നമ്മുടെ ഭൂമി എന്നും അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ യുദ്ധാടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട്. ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ഒരു അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയിരിക്കുകയാണ്. 1000 വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കടലൂർ ശ്രീ മുഷ്ണത്തിനടുത്തുള്ള ചോളതരം ഗ്രാമത്തിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയതെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത്. തൊഴിലാളികൾ മരം മുറിച്ച് നീക്കുന്നതിനിടയിലാണ് 2 വൻ വൃക്ഷങ്ങൾക്കിടയിൽ മണ്ണിൽ ആഴത്തിൽ പുതഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത്. വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ അരൺ പണി ട്രസ്റ്റ്, അതായത് വെർച്യു സർവീസ് സേവ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് പോലും തികച്ചും അത്ഭുതകരമായിരിക്കുകയാണ് ഈ കണ്ടെത്തൽ. ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമായാണ് ഇത് വെളിപ്പെട്ടിരിക്കുന്നതെന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത്. തങ്ങളിത് പ്രതിഷ്ഠിക്കുമെന്നും സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നും നാട്ടുകാർ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഉടനീളം പുരാതന ശിവലിംഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ലക്ഷ്യമുള്ളതാണ് അരൺ പണി ട്രസ്റ്റ്. ഇപ്പോൾ ശിവലിംഗം കാണാനും പൂജകൾ നടത്തുവാനുമായി അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. 2 വർഷം മുൻപ് കുടകനാരു അമരാവതി നദികളുടെ സംഗമ സ്ഥാനത്തിനടുത്തുള്ള കൃഷ്ണഭൂമിയിൽ നിന്ന് 1000 വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയിരുന്നു. അതേപോലെ തന്നെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ക്ലായിക്കോടാണ് സംഭവം നടന്നത്. ക്ലായിക്കോട് കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്താണ് ശിവലിംഗം കണ്ടെത്തിയത്. 800 മുതൽ 1200 വർഷം വരെ പഴക്കമുണ്ടാകും ശിവലിംഗത്തിന് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തിയത്. സാധാരണയിലും വ്യത്യസ്തമായതാണ് ഈ ശിവലിംഗം. പുതിയ കാലത്തെ ശിവലിംഗത്തിന്റെ ഉയരം ക്ലായിക്കോട് കണ്ടെത്തിയ ശിവലിംഗത്തിനില്ല. ഉയരം കുറഞ്ഞ ശിവലിംഗമായതിനാലാണ് ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് വന്നത്. ക്ലായിക്കോട് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ശിവലിംഗം കണ്ടെടുത്തത്. ക്ഷേത്രത്തിൽ ഈ അടുത്തായി സ്വർണ്ണ പ്രശ്നം വെച്ചിരുന്നു. ഇതിൽ മൺമറഞ്ഞു കിടക്കുന്ന ശിവക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഇവിടെ തന്നെയുള്ള ഒരു വിരമിച്ച അധ്യാപകനായ ശ്രീനിവാസനെ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പ് വൃത്തിയാക്കാൻ അനുമതി തേടിയിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പറമ്പ് വൃത്തിയാക്കിയപ്പോഴാണ് ശിവലിംഗം കണ്ടെത്തിയത്. ശിവലിംഗത്തിന് പുറമെ ജാമിതീയ ആകൃതിയിൽ കൊത്തിയെടുത്ത കരിങ്കൽ കഷ്ണങ്ങളും ഇതോടൊപ്പം ഓടിന്റെ കഷ്ണങ്ങളും ഇതേ പറമ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി കാട് മൂടി കിടക്കുകയായിരുന്നു ഈ പറമ്പെന്ന് പ്രദേശവാസിയായ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഐതിഹ്യമായി കരുതിയിരുന്ന നികുന്തത്തപ്പന്റെ ക്ഷേത്ര അവശിഷ്ടത്തിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇതിലൂടെ ഒരു നാടിന്റെ ആരാധനാ സമ്പ്രദായത്തിന്റെ കാലനിർണയം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പുരാവസ്തു അധികൃതർ പറഞ്ഞിരുന്നു. അതേസമയം ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിലെ നദിക്കരയിൽ നിന്ന് ഹനുമാൻ വിഗ്രഹം കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പെയ്യുന്ന മഴയ്ക്ക് പിന്നാലെ ജില്ലയിൽ ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അതിനു പിന്നാലെയാണ് ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹം സമീപത്തെ മഡോരു നദിയുടെ തീരത്ത് നിന്ന് കണ്ടെടുത്തത്. മണൽത്തിട്ടയിൽ ആഞ്ജനേയ സ്വാമിയുടെ സ്വർണ്ണ നിറത്തിലുള്ള വിഗ്രഹം കണ്ട നാട്ടുകാർ വിഗ്രഹം മണലിൽ നിന്ന് പുറത്തെടുത്ത് പ്രത്യേക പൂജ നടത്തി. തുടർന്ന് ഈ വിഗ്രഹം ജന്താങ്കി രാമക്ഷേത്രത്തിലേക്ക് മാറ്റി ശുഭമുഹൂർത്തത്തിൽ ഈ വിഗ്രഹം യഥാവിധി പൂജകളോടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമെന്ന് ഗ്രാമവാസികൾ അറിയിച്ചു. ഹനുമാൻ വിഗ്രഹം ലഭിച്ചെന്നറിഞ്ഞ് സമീപത്തെ ഗ്രാമത്തിലുള്ളവർ പോലും കാണാനെത്തുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിൽ വിഗ്രഹങ്ങൾ ഒലിച്ചുപോയ സംഭവങ്ങൾ നിരവധിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.